അരുണാചൽ പ്രദേശിലെ അതികഠിനമായ മലയോര പാതയിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. കൊടും വനത്തിന് നടുവിലൂടെയാണ് ഇപ്പോഴത്തെ യാത്ര. അപ്പോൾ വഴിയരികിൽ മിക്കവാറും കാണുന്ന ഒരു കാഴ്ചയാണിത്. കാട്ടുപോത്തിന് സമാനമായ ഒരു വലിയ മൃഗം. പെട്ടെന്ന് വാഹനത്തിന്റെ വേഗത കൂടുന്നത് കണ്ടപ്പോൾ എന്തോ പന്തികേട് പോലെ തോന്നി. കുറച്ചു ദൂരത്ത് ചെന്നപ്പോൾ ഒരു കൂട്ടം വഴി തടസ്സപ്പെടുത്തി നിൽക്കുന്നത് കണ്ടപ്പോൾ പെട്ടു എന്ന് വിചാരിച്ചു. പക്ഷേ ഡ്രൈവർ വിനോദ് ആ ജീവിയുടെ അടുത്ത് കൊണ്ടുവന്ന് വാഹനം നിർത്തി. അപ്പോഴാണ് പറയുന്നത് ഇത് ഇവിടെയുള്ളവരുടെ വളർത്തുമൃഗമാണെന്ന്. പേര് മിഥുൻ. നല്ല സ്റ്റൈലൻ പേരാണ്. സംസ്ഥാന മൃഗമായ മിഥുൻ സമാധാനത്തിന്റെയും സാമുദായിക ഐക്യത്തിന്റെയും പ്രതീകമാണ്. ഈ കന്നുകാലിയെ ഇവർ വളർത്തി ഇതിന്റെ മാംസം ഉപയോഗിക്കുന്നു. മേയാൻ വേണ്ടി ഈ കാട്ടിൽ ഇതിനെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഇവിടെയുള്ള ഗോത്രവർഗക്കാരുടെ ഇടയിൽ എത്ര മിഥുൻ ഒരു കുടുംബത്തിനുണ്ടോ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരുടെ സമ്പത്ത് നിർണയിക്കുന്നത്. വിനോദിൽ കണ്ട പ്രത്യേകതയുടെ ഒരു ചിത്രീകരണമാണ് ഇപ്പോൾ കാണുന്നത്. വേണ്ടുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കും. ലോറി ഡ്രൈവറിന് ഒന്നും പറയേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ വാഹനം പിന്നിലോട്ടെടുത്ത് മാന്യമായി പെരുമാറി. ഒരു ഹോൺ മുഴക്കലിന്റെയും ആവശ്യം വന്നില്ല. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ഒട്ടും പിന്നോട്ട് പോവുകയുമില്ല. കുറേ മണിക്കൂറത്തെ യാത്രയായതോടെ എല്ലാവരും ക്ഷീണിച്ചിരുന്നു. ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സമയവും കഴിഞ്ഞിരുന്നു. കാട്ടിന് നടുവിലൂടെയുള്ള യാത്ര പിന്നിട്ട് ഒരു ഗ്രാമത്തിലെത്തിയെന്നറിഞ്ഞപ്പോഴാണ് ആശ്വാസമായത്. നേരെ അന്വേഷിച്ചു ചെന്നത് ഒരു ഭക്ഷണശാലയിലേക്കായിരുന്നു. ये डपर जो ना हाँ सीधा इधर लिखा हुआ है हाँ वो लिखा हुआ और कितनी दूर है. ഒരു സ്ത്രീ നടത്തിപ്പോരുന്ന ഒരു ഹോട്ടലായിരുന്നു അത്. ബിജു അച്ഛൻ ആദ്യം ചോദിച്ചത് തന്നെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്നായിരുന്നു. അത്രയ്ക്ക് വിശന്നിരുന്നു. കയറിയപ്പോൾ മനസ്സിലായി വളരെ പ്രത്യേകതയൊക്കെയുള്ള ഒരു തനി നാടൻ ഹോട്ടലാണെന്ന്. അവർ ഭക്ഷണമുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി. ഇനി ഇവിടെ നിന്നും ഒന്നും കിട്ടിയില്ലെങ്കിൽ പിന്നെ കുറേയധികം സമയമെടുക്കും അടുത്ത ഗ്രാമത്തിലെത്താൻ. കൂട്ടത്തിൽ രസകരമായ കാഴ്ചകളും. എല്ലാ കാര്യങ്ങളും വളരെ ഐഡിയയോടെയാണ് ഈ സ്ത്രീ നടത്തിപ്പോന്നതെന്നും മനസ്സിലായി. എവിടെയും സ്ത്രീകൾ തന്നെയാണ് പ്രവൃത്തി മണ്ഡലത്തിൽ മുന്നിൽ എന്ന് കാണുമ്പോൾ ആദരവ് തോന്നി. ഇവർ ഇങ്ങനെയൊരു ഹോട്ടൽ ഇവിടെ നടത്തുകയും ആവശ്യത്തിനുള്ള ആഹാരം മാത്രം അവരുടെ പക്കൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ദൈവത്തിന്റെ പരിപാലനയാണ് നടത്തിപ്പോരുന്നത് എന്ന് ബോധ്യമായി. കൃത്യം ഞങ്ങൾ 6 പേർക്ക് മാത്രമുള്ള ഭക്ഷണമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി. ഹോട്ടൽ നടത്തുന്നതോടൊപ്പം കുടുംബത്തെയും പരിപാലിക്കുന്നു എന്നത് ചുറ്റുപാടിൽ നിന്നുള്ള കാഴ്ചകൾ വ്യക്തമാക്കുന്നു. പാവം ബിജുവച്ചൻ വിശന്നിട്ടുള്ള നിൽപ്പ് കണ്ടാൽ മനസ്സിലാകും വിശപ്പിന്റെ വിളി എത്രമാത്രമായിരുന്നു എന്ന്. അടിപൊളി. നല്ലതുപോലെ കറി ചൂടാക്കിയപ്പോൾ നല്ല മണം.
അരുണാചൽ നിവാസികളുടെ കറിക്കൂട്ട് നമ്മുടെ പോലെയല്ല. മസാലക്കൂട്ട് തീരെ കുറച്ച് മാത്രമേ ഇവർ ഉപയോഗിക്കുകയുള്ളൂ. മഞ്ഞൾ പേസ്റ്റും ഉപ്പും ഇട്ടതാണ് കൂടുതലും ഇവരുടെ കറികൾ. പക്ഷേ എന്തോ ഇവർ നല്ലതുപോലെ മസാലയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെയുമുണ്ട് ഇവിടെ കാഴ്ചകൾ. Stream Yummy Love Me only on Amazon Prime Video. इसमें भी आप लोग स्टार प्लस देखता है? സീരിയൽ കാണുന്ന കാര്യം ബ്രദർ ചോദിച്ചതാണ്. सस बहू सीरियल देखता है? बहुत देखता है। आप काम का रहने वाला है? क्या मिलेगा तो क्या मिलेगा? ഈ കാണുന്ന കറികളുടെ പേരെന്താണെന്ന് ചോദിക്കരുത്. കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. ഇതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഹോട്ടൽ ഭക്ഷണം. ओ ज्यादा ज्यादा किया है ना आपने? हाँ ज्यादा हुआ ना हो जाएगा कुछ नहीं। नहीं चाहिए नहीं चाहिए मत। सिर्फ एक यार ദൈവത്തിന് നന്ദി പറഞ്ഞ് എല്ലാവരും കഴിച്ചു തുടങ്ങി. कोई ग्रेवी चाहिए when we reached here he suddenly put that meat on the stove there ഇനി എന്തായാലും കുറച്ചകലെയുള്ള അടുത്ത മിഷൻ സ്റ്റേഷനിൽ ചെല്ലാൻ കുറച്ചു ദൂരം കൂടി യാത്ര ചെയ്യേണ്ടതുണ്ടെന്നതിനാൽ എല്ലാവരും നല്ലതുപോലെ കഴിച്ചു സംതൃപ്തിയോടെ. ഇവിടെ അടുത്തെവിടെയോ ചെറിയ പട്ടണമുണ്ടെന്ന് തോന്നുന്നു. അവിടെയുള്ള ചുള്ളന്മാർ ഇപ്പോഴത്തെ ട്രെൻഡി ബൈക്കിൽ ഇവിടെ കണ്ടപ്പോൾ കൗതുകമായി. നാട് പുരോഗമിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഇതൊക്കെയെന്ന് മിഷണറിമാർ പറഞ്ഞു. ഈ സ്കൂൾ ബസ് കൂടി കണ്ടപ്പോൾ മിഷണറിമാർ പറഞ്ഞ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി. ഇവിടുത്തെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിലൂടെയുള്ള യാത്ര കാരണമാണ് അച്ഛൻ്റെ നടുവിന് പ്രശ്നമായത്. പക്ഷേ അച്ഛൻ ഒരു മിഷണറി ആയതുകൊണ്ട് അതൊന്നും വകവയ്ക്കാതെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ബിജു അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങളും വളരെ പ്രത്യേകത നിറഞ്ഞതാണ്. പ്രതിസന്ധികളാണ് ഒരു മിഷണറിയുടെ ആത്മീയ വളർച്ചയ്ക്ക് നിദാനം. ജൊഹറാം, അവിടേക്കിനി കുറച്ചു ദൂരം കൂടി. പോകുന്ന വഴിക്ക് ഇവിടുത്തെ ഗോത്രവർഗക്കാരെ പരിചയപ്പെട്ടു. ഇവർ കാട്ടിനുള്ളിലുള്ള കൃഷിപ്പണിയും കഴിഞ്ഞു വരികയാണ്. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. നല്ല വിളവ് ലഭിച്ചതിൻ്റെയാണ് ഇത്രയും സന്തോഷം. ഇവരുടെ ഈ നായ ഇവരുടെ നാട്ടിലും വീട്ടിലും എന്തിന് കാട്ടിലും തുണ നൽകാൻ കൂടെ പോകുന്നു. ഇവിടുത്തെ കാടിന്റെ പ്രത്യേകത വലിയ കാട്ടുമൃഗമൊന്നും സാധാരണ വഴിയിൽ കാണാറില്ല. സംസ്ഥാനത്തെ രേഖപ്പെടുത്തിയ വനമേഖല ഏതാണ്ട് 51,400 ചതുരശ്ര കിലോമീറ്ററാണ്. അതിൽ 10,589 ചതുരശ്ര കിലോമീറ്റർ റിസർവ്ഡ് വനമാണ്. 9,779 ചതുരശ്ര കിലോമീറ്റർ സംരക്ഷിത വനമാണ്. 31,039 ചതുരശ്ര കിലോമീറ്റർ പരിധിയില്ലാത്ത വനമാണ്. അരുണാചലിലെ വനത്തിനുള്ളിൽ 8,700ഓളം ഇനം സസ്യജീവികളുണ്ട്. ഇത് വന്യജീവി സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തിന് കാരണമാകുന്നു. അരുണാചൽ വളരെ ഗ്രാമീണ സംസ്ഥാനമായതിനാൽ സംസ്ഥാനത്തിന്റെ ഭൂരിഭാഗമുള്ള വനങ്ങളും വന്യജീവി സംരക്ഷണവും അരുണാചൽ പ്രദേശിൽ താമസിക്കുന്നവർക്ക് വളരെ പ്രധാനമാണ്. വാഹനത്തിൽ നിന്ന് എന്തോ ശബ്ദം കേട്ടിട്ടാണ് വിനോദ് വാഹനം നിർത്തിയത്. ചെറിയ ഒരു മരച്ചില്ല കുടുങ്ങിയതാണ് കാരണം.
കൂട്ടത്തിൽ ഞങ്ങൾ അവിടെ കണ്ട പ്രകൃതിയുടെ മനോഹര ദൃശ്യം പകർത്താനും മറന്നില്ല. അത്രയ്ക്കും ഭംഗിയായിരുന്നു ഇവിടം. നമ്മളിപ്പോൾ ജൊഹറാമിലെത്തിയെന്നാണ് മിഷണറിമാർ പറഞ്ഞത്. ജയ് ജിസു, ജയ് ജിസു, ജയ് ജിസു. താങ്ക് യു. ഈ ഡ്രസ്സ് അവരുടെ നിഷി ട്രഡീഷണൽ ഡ്രസ്സാണ്. അപ്പോൾ ഇത് വളരെ ഭംഗിയായിരിക്കുന്നതാണ് ഞങ്ങളുടെ ഇവിടുത്തെ കാറ്റഗിസ്റ്റ് ലിഷി ദിലീപ് പറഞ്ഞത്. താങ്ക് യു പായലിൻചോ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ജയ് ജിസു. എൻ്റെ പേര് ഫാദർ സന്തോഷ് മൂലൻ, VC, വിൻസെൻഷൻ സഭയിലെ അച്ഛനാണ്. നമ്മളിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് ഇറ്റനഗർ ഡയസിസിലെ ജൊറാം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ ഇറ്റാനഗറിൽ നിന്നും 3 മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാം. വിൻസെൻഷൻ സഭയുടെ ഒരു ആശ്രമമാണിത്. 2014 ഒക്ടോബർ 31 ബിഷപ്പ് ജോൺ തോമസ് കാട്ടൂർക്കുടിയിൽ പിതാവിൻ്റെ അനുഗ്രഹ ആശംസകളോടെ നമ്മൾ ഇവിടെ ഒരു ആശ്രമം കുറിച്ചു. ഇവിടെ ഞങ്ങളിപ്പോൾ 2 അച്ഛന്മാരുണ്ട്. എന്നെ കൂടാതെ ഫാദർ ജോയൽ എടത്താഴെ. ഞങ്ങൾക്കിവിടെ പ്രധാനമായിട്ടും 2 മിനിസ്ട്രിയാണുള്ളത്. ഒരു പള്ളിയുണ്ട്, സെയിൻറ്റ് ജോസഫ് ചർച്ച്. 70ഓളം വീട്ടുകാരുണ്ട്. അവരിൽ നിന്നുള്ള നമ്മുടെ ഏതാനും വിശ്വാസികളാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ഇതുകൂടാതെ നമുക്കൊരു ധ്യാന കേന്ദ്രം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. 2018 സെപ്റ്റംബർ 1 ബഹുമാനായ പിതാവ് ബ്ലെസ് ചെയ്തു. അങ്ങനെ ധ്യാനം നമ്മൾ നടക്കുന്നുണ്ട്. മാസത്തിൽ ഒരു ധ്യാനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ വന്ന് താമസിക്കാം. ഏകദേശം 100ഓളം പേർക്ക് താമസിച്ചുകൊണ്ട് ധ്യാനം നടത്താവുന്നതാണ്. അതുകൂടാതെ നമുക്ക് ഔട്ട്റീച്ച് പ്രോഗ്രാമുണ്ട്. നമ്മൾ അടുത്തുള്ള എല്ലാ ഇടവകളിലും പോയി ധ്യാനങ്ങൾ നടത്തുന്നു. പിന്നെ 1 ഡേ പ്രോഗ്രാമുണ്ട്. പിന്നെ പ്രധാനമായും ഇവിടുത്തെ ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് ഫാസ്റ്റിംഗ് പ്രെയർ. ഇന്നത്തെ അരുണാചൽ ചർച്ചിൻ്റെ ഒരു അവിഭാജ്യ ഘടകമെന്ന് പറയാം. വളരെ ആവശ്യമുള്ള, പിടിച്ചു നിർത്തുന്ന ഒരു ഘടകമാണ് ഫാസ്റ്റിംഗ് പ്രെയർ. അതിനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ ഇവിടെ വരും. അവരിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ വിവിധങ്ങളായ ശുശ്രൂഷകളിലൂടെ നമ്മൾ കത്തോലിക്ക സഭയെ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുന്നു. നമ്മുടെ വിശ്വാസം നമ്മൾ അറിയിക്കുന്നു, യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു. അപ്പോൾ ഇതൊരു ആരംഭം മാത്രമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. ഒരു കടുകുമണി എന്ന പോലെ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു. അത് വളർന്നൊരു വടവൃക്ഷമാകാൻ, അനേകർക്ക് ക്രിസ്തുവിൻ്റെ പ്രകാശം നൽകുന്ന ഒരു സെൻറ്ററായി മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇനിയും പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്ന് ഈ മിഷനെ പരിചയപ്പെടുവാനും ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുവാനും മിഷൻ പ്രവർത്തനം ചെയ്യാനുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ധ്യാനത്തെക്കുറിച്ച് പറഞ്ഞു. ധ്യാനം പ്രധാനമായും നിഷി ട്രൈബിലാണ് നടത്തുന്നത്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ഇത് നിഷി ട്രൈബിൽ ആണ്, മേജർ ട്രൈബാണ്. പ്രധാനമായും നമ്മുടെ ധ്യാനം നിഷി ഭാഷയിലാണ്. അതുകൂടാതെ തന്നെ ഇവിടെ അടുത്ത് ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ വേറൊരു ഗോത്രമായ അപ്പത്താനി എന്ന് പറയുന്ന ഗോത്രമുണ്ട്. അവർക്ക് വേണ്ടി ധ്യാനം നടത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു. കൂടാതെ കാറ്റഗിസ്റ്റ് ട്രെയിനിങ്, ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ധ്യാനം, പിന്നെ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിപാടികൾ അത് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. നിഷി എന്ന് പറഞ്ഞ ഒരു ഭാഷയിൽ, ഹിന്ദി ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ, അപ്പത്താനി ഭാഷയിൽ, ഇങ്ങനെ പല വിധത്തിലുള്ള ഭാഷയിലുള്ള സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ മുൻപോട്ട് പോകുന്നു. അപ്പോൾ പുതിയ ഭാഷകൾ പഠിച്ച് കർത്താവിനെ പ്രഘോഷിക്കാൻ
ആഗ്രഹിക്കുന്നവർക്കും ഇവിടേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാണുന്ന ആളുകളൊക്കെ വളരെ സ്നേഹമുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നൊക്കെ ഒത്തിരി അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അവർക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ കേരളീയരെയൊക്കെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. അവിടെ വെള്ളപ്പൊക്കവും ഫ്ലഡൊക്കെ ഉണ്ടായ സമയത്ത് ഇവർ ഒത്തിരി പ്രാർത്ഥിക്കുകയും നമ്മളോട് കേരളത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഇവർ ഒരു ഓഫറിംഗ് ഒക്കെ നടത്തി. അപ്പോൾ ഒത്തിരി സ്നേഹമുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ ഇവരുടെ പ്രാർത്ഥനകളും അങ്ങോട്ട് എത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആളുകളുടെയും പ്രാർത്ഥന ഈ ജനങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തണം, ഈ ദേശത്തിന് വേണ്ടി എത്തണം. എല്ലാവരും ക്രിസ്തുവിനെ അറിയണം. ഇതാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ജയ് ജീസു. ജയ് ജീസു. ജയ് ജീസു. ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജയ് ജീസു. എൻ്റെ പേര് പി താത്ത്. ഞാൻ ഇറ്റാനഗറിൽ നിന്നാണ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ കണ്ടു, ബിഷപ്പിനും മറ്റെല്ലാവർക്കും വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ അച്ഛന്മാർ താമസിക്കുന്ന ഇടമാണ്. ഇത് അവരുടെ അടുക്കളയാണ്. ഈ ഭാഗം ചൗക്ക എന്നറിയപ്പെടുന്നു. ഇവിടെ ഞങ്ങൾ ചോറും കറികളും എല്ലാം ഉണ്ടാക്കുന്നു. ഇപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കുകയാണ്. അപ്പച്ച, ഇപ്പോൾ എന്താ ഉണ്ടാക്കുന്നത്? ഞാൻ ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കുന്നത്. ഇറച്ചി ഉണ്ടാക്കുന്നു. മിഥുൻ കറി. അതിനെ കണ്ടാൽ യാക്കില്ലേ, യാക്കിനെ പോലെ ഇരിക്കും. ഒഫീഷ്യലായി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് അതിനെ കൊന്നത്. അതിൽ നിന്നും കുറച്ചെടുത്ത് അച്ഛന്മാർക്ക് വേണ്ടി ഇപ്പോൾ കറി വെക്കുകയാണ്. ഈ തീയിലാണ് അതുണ്ടാക്കുന്നത്. ഇതിലുണ്ടാക്കുമ്പോൾ അതിന് നല്ല രുചിയാണ്. അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും വന്ന അതിഥികൾക്കും വേണ്ടി മസാലയിട്ട് കറി വെക്കുന്നു. ബാക്കി എല്ലാവർക്കും വെറുതെ പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളമൊഴിച്ച് ഉപ്പും മുളകും മാത്രം ചേർത്ത് ഞങ്ങൾ പുഴുങ്ങി കഴിക്കുന്നു. സാധാരണഗതിയിൽ ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. എല്ലാവരും അടുപ്പിന് ചുറ്റുമിരുന്ന് ഒരുമയോടെ ഭക്ഷണം കഴിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നിച്ചിരുന്ന് ചൂടുകൊണ്ട് വർത്തമാനം പറഞ്ഞ് കഴിക്കുന്നത് നല്ല ആനന്ദമാണ്. ഇന്നത്തെ പ്രധാന പാചകക്കാരൻ ഇദ്ദേഹമാണ്. ഈ ചേച്ചിയും കൂട്ടിനുണ്ട്. പിന്നെ ഈ ഇരിക്കുന്ന എല്ലാവരും കൂടിയാണ് ഇത് ചെയ്യുന്നത്. മറ്റുള്ളവരൊക്കെ ഇത് ഉണ്ടാക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിഥികൾക്ക് വേണ്ടി നല്ല രുചികരമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കി കഴിഞ്ഞ് അതിഥികളോട് നന്നായി കഴിക്കുക എന്ന് പറഞ്ഞ് കഴിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും അരുണാചൽ പ്രദേശിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സ്വാഗതം. നല്ല ദൃഢതയുള്ള മാംസമായതിനാൽ അല്പം കട്ടിയുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഈ മിഥുൻ കറിക്ക്. ഈ മനുഷ്യരുടെ ആതിഥ്യ മര്യാദയെക്കുറിച്ച് പിതാവ്? നമ്മൾ ഒരു ഇടവകയിൽ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാരെല്ലാം അവിടെ ഒന്നിച്ചുകൂടി നമ്മളെ വളരെ കാര്യമായിട്ട് സ്വീകരിക്കും. കുട്ടികളെല്ലാം ഒന്ന് ഡാൻസ് ചെയ്യും. അതെല്ലാം കഴിഞ്ഞിട്ട് അവിടെ താമസിക്കുമ്പോൾ, ഇപ്പോൾ ഗ്രാമത്തിലാണേലും ഇടവകയിലാണേലും നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനായിട്ട് അവരെപ്പോഴും ഓടി നടന്ന് നമ്മളെ ചുറ്റും നിൽക്കും. അവരുടെ ആ മുഖവും അവരുടെ ആ ചിരിയും അവരുടെ ആ സ്വീകരണം എല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് അവരുടെ കൂടെ താമസിക്കാൻ തോന്നും. അതുകൊണ്ട് അവർ ചുമ്മാ പ്രശ്നങ്ങൾ പറയാനായിട്ടല്ല വരുന്നത്, നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കാനാണ് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ദിവസമോ 2 ദിവസമോ 3 ദിവസം താമസിക്കുന്നതിന് ഒരു പ്രശ്നവും തോന്നുകയില്ല.
ഞാൻ ശ്രദ്ധിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. ഞങ്ങൾ പോയ വഴികളൊക്കെ വളരെ ദുർഘടം പിടിച്ച, വെറുതെ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞങ്ങൾ കായിങ്ങിൽ നിന്ന് ദാപ്പോർജോ എന്ന് പറഞ്ഞ സ്ഥലം 200 കിലോമീറ്റർ ദൂരമായിരുന്നു. ഞങ്ങൾ 10 മണിക്കൂറിലധികം എടുത്ത് അവിടെ എത്താനായിട്ട്. അവിടെ ആ റോഡിൻ്റെ പ്രത്യേകത അനുസരിച്ച് നമ്മളെയൊക്കെ നടുവൊടിഞ്ഞൊരവസ്ഥയാണ്. പക്ഷേ പിതാവ് വളരെ കൃത്യമായിട്ട് ഇപ്പം 40ഓളം ഇടവകകളായി. ഒരു വർഷത്തിലെ പിതാവ് കൃത്യമായ എല്ലാ ഇടവകളും സന്ദർശിക്കുന്നുണ്ടെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഞാൻ പോയ ഇടവകളിൽ നിന്നൊക്കെ അവർ പറഞ്ഞു പിതാവ് എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട് എന്ന് പറഞ്ഞു. അത്യപൂർവമായിട്ട്, കാരണം പിതാവിൻ്റെ അസൗകര്യങ്ങൾ കൊണ്ട് മാത്രം ഒഴിവാക്കിയാൽ ബാക്കി പിതാവ് എല്ലാ ഇടവകളും എത്താനായിട്ട് സാധിക്കുന്നുണ്ട്. പിതാവിന് ഇത്രയും പ്രായമൊക്കെയായി, പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് അതിനെ അനുവദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയാണ് പിതാവിന് ഇത് സാധ്യമാകുന്നത്? ഇത് നമ്മളൊരു ഇടവക സന്ദർശിച്ചില്ലെങ്കിൽ അവിടുത്തെ പ്രവർത്തനവും പുരോഗതിയും എല്ലാം കീപ്പോട്ട് പോകും. അതുകൊണ്ട് നാം ഒരു ബിഷപ്പായി അവരെ സന്ദർശിച്ച് അവിടെ താമസിച്ച് 1 ദിവസം 2 ദിവസം താമസിച്ച് വൈദികരെയും സിസ്റ്റേഴ്സിനെയൊക്കെ കണ്ട് ഉപദേശിമാരൊക്കെ കണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ കഴിയുന്നതും മിക്ക ദിവസങ്ങളിലും ഞാനിങ്ങനെ ഇടവക സന്ദർശിക്കാനായിട്ട് പോകും. സാധാരണ ഇവിടെ മഴക്കാലമാണ്. ഒരു മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ. ആ മഴക്കാലത്ത് പോകാറില്ല, കാരണം പോയി കഴിഞ്ഞാൽ എത്തിപ്പെടുകയില്ല, പോയാൽ തിരിച്ചു വരാൻ പറ്റുകയില്ല. പക്ഷെ സെപ്റ്റംബർ കഴിയുമ്പോഴത്തേക്കും പോയി തുടങ്ങിയാൽ പിന്നെ അടുത്ത ഈസ്റ്റർ കഴിയുന്നവരെ എല്ലാ ദിവസവും തന്നെ പോയിക്കൊണ്ടിരിക്കും. ഒരു ദിവസം തന്നെ പോലും വീട്ടിലിരിക്കാതെ ബിഷപ്പ് ഹൗസിലിരിക്കാതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ എല്ലാ ഇടവകളിലും സന്ദർശിച്ച് എല്ലാവരെയും കണ്ടുവരുന്നു. അത് പള്ളിയുടെ പുരോഗമനത്തിന് അത് വളരെ അത്യാവശ്യമാണ്. റോഡ് അങ്ങനെയാണ്. പക്ഷെ നമ്മൾ റോഡ് ചീത്തയാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നാൽ നമ്മുടെ കാര്യം നടക്കുകയില്ല, നമ്മൾ പോകണം. പലരും പറഞ്ഞെങ്ങനെയാണ്, പിതാവ് വരുവാണെങ്കിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാവുന്ന വിധത്തിലേ വരുള്ളൂ, അങ്ങനെ തിരക്കിട്ടൊന്നും വരാല്ല. അത് പിതാവ് വരുന്നു, എല്ലാവരെയും കാണുന്നു, എത്ര സമയം വേണമെങ്കിലും അവരുടെ കൂടെ ചെലവഴിക്കാനായിട്ട് ശ്രമിക്കുന്നു. എത്ര ക്ഷീണം ഉണ്ടെങ്കിലും ഞങ്ങളും അത് പിതാവിൻ്റെ കൂടെ നടന്നപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യമാണ്. അത് ഇത് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാനും ഫിസിക്കലി ഇമ്പോസിബിൾ. ഇവിടുന്ന് 10 മണിക്കൂർ അകലെ പോയിട്ട് പെട്ടെന്ന് വരാൻ പറ്റുകയല്ലോ. അവിടെ പോയി 1-2 ദിവസം താമസിച്ച് അയൽവക്കത്തുള്ള ഇടവകൾ സന്ദർശിച്ചിട്ട് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതും ഇവിടുത്തെ ഒരു സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും 1 മണിക്കൂർ പോയിച്ച് പിന്നെ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്ന ഇടവകളൊന്നുമില്ല. ഏറ്റവും അടുത്ത ഇടവക 5 മണിക്കൂർ അകലെയായിരുന്നു ഞാനിവിടെ വന്നപ്പോൾ. അതുകൊണ്ട് അതിൽ നിന്ന് മനസ്സിലാവും എന്തോ ഒരു അകലെയുണ്ട്. ഏറ്റവും ഇറ്റനാറ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഇടവകയിൽ ചെല്ലുന്നതിന് 5 മണിക്കൂർ എടുക്കും. നേരത്തെ ഞാൻ ടിപ്പുവിലായിരുന്നപ്പോൾ ഏറ്റവും അകലെയുള്ള ഇടവക 5 മണിക്കൂർ അകലായിരുന്നു. ഇവിടെ ഏറ്റവും അടുത്തുള്ള ഇടവക 5 മണിക്കൂർ. ഇപ്പോൾ ചില ഇടവകയിൽ ചെല്ലാൻ 2 ദിവസം 3 ദിവസം വരെ സമയമെടുക്കും. മിഷണറിമാരായിട്ട് പലരും കടന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ വൈദികർ തന്നെ 1 വർഷത്തേക്ക് 2 വർഷത്തേക്കൊക്കെ ചൂസ് ചെയ്ത് പല രൂപതകളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവർക്ക് ചിലപ്പോൾ ഇവിടെ നിലനിൽക്കാൻ പറ്റാതെ വലിയ പ്രതീക്ഷയോടെ വന്ന, പിതാവും വളരെ പ്രതീക്ഷയോടെ ഇൻവൈറ്റ് ചെയ്ത പലരും തിരിച്ചു പോയ സംഭവങ്ങളൊക്കെ പിതാവ് പങ്കുവയ്ക്കാറുണ്ട്. ഈ ഒരു അരുണാചൽ പ്രദേശിൽ വർക്ക് ചെയ്യാനായിട്ട് വരുന്നൊരു മിഷണറിക്ക് വേണമെന്ന് പിതാവ് കരുതുന്ന ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നാമത്തെ കാര്യം, എൻ്റെ നോട്ടത്തിൽ ഒരു മിഷണറി ആയിട്ട് വരുന്ന വരുന്ന ആൾക്കാരെ സ്നേഹിക്കണം. അല്ലാതെ ഇവിടെ വന്നിട്ട് ആൾക്കാരെ കണ്ടിട്ട് ഇവരെ മാറ്റിയെടുത്ത് ഇവരെ മലയാളികളാക്കണം കേരളത്തിൽ ചെയ്ത പോലെ ഇവിടെ ചെയ്യിക്കണം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശരിയാകുകയില്ല. നമ്മൾ ഇവരെ സ്നേഹിക്കണം. ഇവരുടെ ജീവിത രീതി ഇതുപോലെ തന്നെ ഇരിക്കും. നമുക്ക് അവർക്ക് വിശ്വാസം കൊടുക്കും, എഡ്യൂക്കേഷൻ കൊടുക്കും. പക്ഷെ അവരെ പിടിച്ച് കേരളത്തിൽ ജീവിക്കുന്ന പോലെ ജീവിക്കണം, അവരുടെ കൾച്ചർ, അവരുടെ മനോഭാവം എല്ലാം മാറ്റിയെടുക്കണം. അങ്ങനെയുള്ള ചിന്താഗതിയോട് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ സക്സസ് ആകുകയില്ല. നമ്മളിവരെ സ്നേഹിക്കണം. ആ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയില്ല. അങ്ങനെ സ്നേഹമുള്ള ആൾക്കാർക്ക് മാത്രമേ നമുക്കൊരു മിഷണറി ആയിട്ട് സക്സസ് ആകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പലരും ചിലരൊക്കെ വന്നവർ ഞാൻ കണ്ടത്, അവർ വന്നു കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെയുള്ളവരുടെ ജീവിത രീതി ശരിയല്ല, പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഇവരുടെ ജീവിത രീതി മാറ്റാനല്ല നമ്മൾ വന്നിരിക്കുന്നത്. അവരുടേതായ ജീവിത രീതിയുണ്ട്, ശൈലിയുണ്ട്, അത് അതുപോലെ ജീവിക്കട്ടെ. പക്ഷെ നമുക്ക് അവർക്ക് വിശ്വാസം കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ അവർക്ക് എന്താ സഹായം എന്ന് വെച്ചാൽ അത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയുള്ള ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. കത്തോലിക്ക സഭ ഇതാണ് നമ്മളോട് എപ്പോഴും പറയണത്. ഒരു മിഷണറിയായി ചെന്ന് കഴിയുമ്പോൾ ഇൻകൾച്ചറേഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട് കത്തോലിക്ക സഭ എപ്പോഴും. ഇൻകൾച്ചറേഷൻ. ആ ഇൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ കൾച്ചർ ഇട്ടെടുക്കുക, അവരുടെ ഒരു ഉടുപ്പോ തുണിയോ ഉപയോഗിക്കുകയോ തൊപ്പിയോ വയ്ക്കുന്നതല്ല ഇൻകൾച്ചറേഷൻ. അവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കാൻ പഠിക്കണം. എന്നാലേ നമുക്കത് അവരുമായിട്ട് ഒത്തുചേരാൻ പോലുള്ളൂ. അവർ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ പഠിക്കണം. അതിന് പിതാവേ,
അതുകൊണ്ടാണോ ഇവിടെ ഇപ്പം അരുണാചൽ പ്രദേശിനെ സംബന്ധിച്ച് പറയുമ്പോഴേ ഏതാണ്ട് 30ഓളം ട്രൈബുകളുണ്ട്, 30ഓളം ഭാഷകളുണ്ട്. ഇറ്റാനഗർ ഡയസിനെ മാത്രം എടുത്താൽ തന്നെ ഒരു 5-8 ഭാഷകളുണ്ട്. അപ്പോഴും അതിലെല്ലാം ചെറിയ ചെറിയ സമൂഹങ്ങളെ ഈ ഭാഷ സംസാരിക്കുന്നുള്ളൂ. എന്നിട്ടും പിതാവ് ആ ഭാഷ പഠിക്കേണ്ടതുണ്ടെന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്ന ഒരു പക്ഷേ ഈ ഒരു കാരണം കൊണ്ടാണ്. നമ്മളൊരു ആൾക്കാരോട് ബന്ധപ്പെടുമ്പോൾ നമ്മളവരോട് സംസാരിക്കും. നമ്മൾ സംസാരിക്കുന്നത് എന്താണ്? നമ്മളവർ സംസാരിക്കുന്ന അവരുടെ നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടെന്നതുകൊണ്ട് സംഭാഷണമായിട്ടില്ല. മനസ്സിലാകുന്നത് തല കൊണ്ട് മനസ്സിലാകുന്നതാണ്, നമ്മുടെ തലച്ചോറ് കൊണ്ട്. പക്ഷേ അവരുടെ ഹൃദയം കൊണ്ട് നമ്മളെ സ്വീകരിക്കുന്നുണ്ടോ അതറിയണമെങ്കിൽ നമുക്ക് അവരുടെ ഭാഷയെ പറയണം, എങ്കിലേ അവർ ഹൃദയം കൊണ്ട് നമ്മളെ സ്വീകരിക്കുകയുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ നിന്നുള്ളവർ നമ്മൾ സാധാരണ വീട്ടിൽ മലയാളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ആരെങ്കിലും അവിടെ കയറി വന്ന് നമ്മളോട് ഇംഗ്ലീഷ് വല്ലതും പറഞ്ഞു കഴിയുമ്പോൾ ഇംഗ്ലീഷ് അറിയാവുന്നവർ സംസാരിക്കുമ്പോൾ അവർ ആ ഒരു ആശയവിനിമയം നടക്കും. പക്ഷേ നമ്മളുടെ ഹൃദയത്തോടെ അങ്ങോട്ട് അടുത്ത് വരുന്നില്ല. അതേസമയം ഒരാൾ നമ്മളോട് മലയാളത്തിൽ നമ്മുടെ കാര്യത്തെ പറ്റിയൊക്കെ ചോദിച്ചൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അപ്പോൾ നമുക്കൊരു കൂടുതൽ ബന്ധമുണ്ട്. അതാണ് ഒരു മിഷനറിയും ചെയ്യേണ്ട കാര്യം. ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ഭാഷ പഠിച്ച് ഇവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന മിഷനറിക്ക് പല മടങ്ങ് സക്സസ് ഉണ്ടാകാൻ പറ്റുന്നതാണ്. അവരുടെ ആ റിലേഷൻഷിപ്പ് വളരെ കൂടുതലായിട്ട് വരും, ആൾക്കാരുമായിട്ടുള്ള ബന്ധം കൂടുതലായിട്ട് വരും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ സെമിനാരിയൻസിനോട്, നിങ്ങൾ എവിടെ ചെന്നാലും ആ ഭാഷ പഠിക്കാൻ നോക്കുക. ആദ്യമേ ഭാഷ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജോലി 50% കൂടുതൽ കഴിഞ്ഞു അതോടുകൂടി.